ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ അതിൻ്റെ പേരാണ് വർഗ്ഗങ്ങൾ അഥവാ സ്ക്വയേഴ്സ്. മലയാളം മീഡിയക്കാർ വർഗ്ഗങ്ങളെന്നും മറ്റ് ഇംഗ്ലീഷ് മീഡിയക്കാർ സ്ക്വയേഴ്സ് എന്നും എഴുതണം. അപ്പോൾ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് പുതുതായി കിടക്കുകയല്ലേ, അപ്പോൾ എന്ത് ചെയ്ത് ആദ്യ പേജ് പുതിയൊരു ബുക്ക് എടുത്തിട്ട് ആദ്യ പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതണം, ഗുണനപ്പട്ടിക എഴുതണം. എന്നിട്ട് രണ്ടാമത്തെ പേജിലായിരിക്കണം നമ്മൾ ചാപ്റ്റർ എഴുതി തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ ഹെഡിങ് എഴുതി വെക്കണം. ഓക്കെ, എന്നിട്ട് ക്ലാസ് കാണാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും വേഗം എഴുതി വെക്കുക കേട്ടോ. എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് കേൾക്കാം, ഇത് ശ്രദ്ധിക്കാൻ പറയണമൊക്കെ അതേപോലെ എഴുതണം. അപ്പം ഞാനിവിടെ കുറച്ച് സംഖ്യകൾ എഴുതും, കുറച്ച് നമ്പേഴ്സ് എഴുതും. അത് നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഓർക്കണം. അതായത് നിങ്ങൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. 1, അതേപോലെ തന്നെ 4, 9, 60 ഈ നമ്പേഴ്സിനെ നിങ്ങൾക്ക് പരിചയമില്ലേ? ഇതിനൊക്കെ നമുക്ക് ഒരു പൊതു ഗുണമുണ്ട്. ഒരു തരത്തിൽ ഈ സംഖ്യകളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 1നെ നമുക്ക് എന്ത് എഴുതാം, 1നെ നമുക്ക് എന്ത് എഴുതാം, 1 × 1 എഴുതാം. അതേപോലെ തന്നെ 4 നമുക്ക് എങ്ങനെ എഴുതാം, 2 × 2. അതുപോലെ തന്നെ 9 നമുക്ക് എന്ത് എഴുതാം, 9 നമുക്ക് 3 × 3. അതേപോലെ തന്നെ 16 നമുക്ക് 4 × 4. പിന്നെ അടുത്തത് നമുക്ക് എന്ത് വരും, 5 × 5. അത് ഏതായിരിക്കും, 25. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇങ്ങനത്തെ സംഖ്യകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ സംഭവം എന്താണ്, ഓരോ നമ്പറിൻ്റെ ഇപ്പോൾ 1ൻ്റെ സ്ക്വയറാണ് എന്ത്, 1. അതേപോലെ തന്നെ ആയിരിക്കും 2ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്താണ്, 2 × 2 4. 3ൻ്റെ എന്തായിരിക്കും അപ്പോൾ, 3 × 3 9. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, സ്ക്വയർ എന്ന് പറഞ്ഞത് അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണം പഠിക്കും. ഇപ്പോൾ ഏതൊരു സംഖ്യനെയും അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത്. നമുക്ക് ഏതൊരു സംഖ്യൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞത്. ഇപ്പോൾ ഇനി 9 കഴിഞ്ഞ് നമ്മൾ 12ൻ്റെ ആണെങ്കിൽ 12 × 12ൻ്റെ സ്ക്വയർ എത്രയെന്ന് ഒരാൾ ചോദിച്ചാൽ എന്ത് ചെയ്യണം, 12 × 12 ചെയ്ത് നമുക്ക് എത്ര കിട്ടും, 144, 144. ഇതാണ് എന്തെന്ന് പറഞ്ഞത്, 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത്. അങ്ങനെ ഏതൊരു സംഖ്യ ആയാലും നമുക്ക് ഏതൊരു സംഖ്യ കിട്ടാലും അതിനെ ഗുണിച്ചാൽ കിട്ടുന്നതാണ് എന്തെന്ന് പറഞ്ഞത്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭിന്നസംഖ്യ നമുക്കറിയാം, ഫ്രാക്ഷന് ഭിന്നസംഖ്യ, മലയാളം മീഡിയക്കാർക്ക് ഭിന്നസംഖ്യ. ഇപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് 1/2ൻ്റെ സ്ക്വയർ എന്തെന്ന്. 1/2ൻ്റെ സ്ക്വയർ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഏതിൻ്റെ സ്ക്വയർ കാണാനോ അതിനെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ എത്രയാണ്, 1/4. അങ്ങനെ ഏതൊരു സംഖ്യ, നമ്മുടെ ലോകത്തുള്ള ഏതൊരു സംഖ്യൻ്റെ സ്ക്വയർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, അതേ ഇതുകൊണ്ട് തന്നെ ഗുണിക്കണം. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കുറച്ച് സംഖ്യകളുണ്ട്. ഇപ്പം നമ്മൾ എഴുതിയ കുറച്ച് സംഖ്യകളുണ്ട്. ഏതൊക്കെയായിരുന്നു ആ സംഖ്യകൾ, 1, 4, 9, 60, 25. ഇങ്ങനെ കുറച്ച് സംഖ്യകളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അങ്ങനെ എഴുതാൻ പറ്റുക. അപ്പം 4നെ നമുക്ക് എന്ത് ചെയ്താൽ 2 × 2 എന്ന് എഴുതാൻ പറ്റും, 4 എന്ന് കരുതിയിട്ട് നമുക്ക് 3നെ അങ്ങനെ എഴുതാൻ പറ്റുമോ? 3നെ ഇതുപോലെ ഒരേ സംഖ്യ കൊണ്ട് എഴുതാൻ പറ്റുമോ? ഇല്ല, പറ്റില്ലല്ലോ, എഴുതാൻ പറ്റില്ല. നിങ്ങൾ ശ്രമിച്ച് നോക്കി, 3നെ ഒരേ സംഖ്യ ആയിരിക്കണം. ഇപ്പോൾ 1 × 3 3ആണ്, പക്ഷെ അത് ഒരേ സംഖ്യയാണോ? അല്ലല്ല, അത് പറ്റൂല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരേ സംഖ്യ കൊണ്ട്. ഇപ്പോൾ 4 നമുക്ക് 2 × 2 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അപ്പം 36നെ നമുക്ക് എന്താ എഴുതാൻ പറ്റും, 6 × 6 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ കുറേ സംഖ്യകൾ നമുക്ക് അതേപോലെ എഴുതാൻ പറ്റും. അങ്ങനെയുള്ള സംഖ്യകളില്ലേ, നമ്മൾ ഈ കുറച്ച് സംഖ്യകൾ, അങ്ങനെയുള്ള ഈ സംഖ്യകളെ പറഞ്ഞ പേരാണ് നമ്മൾ എന്താണെന്ന് പറഞ്ഞത്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ പറയാം, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ
1 4 9 അങ്ങനെ ഇപ്പോൾ എഴുതിയ സംഖ്യകളൊക്കെ അല്ലേ 1 4 9 60 1 4 9 60 25 ഈ സംഖ്യകളൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. മലയാളം മീഡിയക്കാർക്ക് എന്താണ് പൂർണ്ണ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണ വർഗ്ഗങ്ങൾ എന്ന് പറയാം. ഇവരെയാണ് നമുക്ക് എന്ത് ചെയ്താൽ അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുക. ഞാൻ പറഞ്ഞു 4ന് 2 × 2 എന്ന് എഴുതാൻ പറ്റും. എന്നാൽ അതിൻ്റെ ഇടയിലുള്ള 3നെ പറ്റില്ല, 5നെ പറ്റില്ല, 6നെ പറ്റില്ല, 7നെ പറ്റില്ല, 8നെ പറ്റില്ല, പിന്നെ 9നെയാണ് പറ്റുക. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞത് പൂർണ്ണവർഗ്ഗങ്ങൾ. അപ്പോൾ നിങ്ങൾ അതൊന്ന് എഴുതി വെക്കണം കേട്ടോ നോട്ട് ബുക്കിൽ. ഈ സംഖ്യകളൊക്കെ എഴുതിയിട്ട് ഇവ പൂർണ്ണവർഗ്ഗങ്ങൾക്ക് ഉദാഹരണമാണ്. മറ്റേതെന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന് എന്താണത് എക്സാമ്പിളാണ് ഈ സംഖ്യകൾ. പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് പതിയെ കിടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സംഖ്യകൾ എന്തായാലും ഓർത്തിരിക്കാം. ഈ സംഖ്യകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും അറിയല്ല, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ് മുതൽ കേൾക്കുന്നതാണ്. ഇനി നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ഒരു പുസ്തകം എടുത്തിട്ട് 1 മുതൽ 10 വരെയുള്ള ഇതിൻ്റെ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പഠിച്ച് വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി തരാം, ഇത് എഴുതിയെടുക്കണം കേട്ടോ. 1 മുതൽ 10 വരെയുള്ള ഒന്നിൻ്റെ എന്തായിരിക്കും 1 × 1 1 അല്ലേ? 2ൻ്റെ എന്തായിരിക്കും? ഇതിൻ്റെ കൂടെ എഴുതി പോയിക്കോളി കേട്ടോ. 2 × 2 എന്താണ് 4. 2ൻ്റെ എന്താണ് 2 × 2 4. 3ൻ്റെത് എഴുതി പോകണം കേട്ടോ, അപ്പം തന്നെ എഴുതി പോണേ. 3 × 3 9. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചിരിക്കണം. നിങ്ങൾക്കിത് അറിയാതെ ഈ പാഠത്തിൽ കഴിച്ചിലാവാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇതിരുന്ന് പഠിക്കണം. 10 വരെയുള്ള നിർബന്ധമായിട്ടും. അതിന് ശേഷമുള്ള 20 വരെയുള്ള നിങ്ങൾ പഠിക്കാൻ നോക്കണം. 20 വരെ അറിഞ്ഞിരിക്കണം. എന്നാൽ 10 വരെയുള്ളത് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. 5ൻ്റെ എന്താണ് 25. കുറേ പേർക്കൊക്കെ അറിയുണ്ടാവും. 6ൻ്റെ എന്താണ്? അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടതാണ് ഗുണനപ്പട്ടിക, മൾട്ടിപ്ലിക്കേഷൻ ടേബിളും നന്നായി അറിഞ്ഞിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് സിമ്പിളായി ചെയ്യാൻ പറ്റുള്ളൂ. 6ൻ്റെ 36 36. 7ൻ്റെ എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി. 7ൻ്റെ എന്തായിരിക്കും? 7 × 7 എന്താണ്? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചവർക്ക് ഇതൊക്കെ സിമ്പിളായിരിക്കും. 7 × 7 49. ഇനി 8ൻ്റെത് 8 × 8 64. ഇനി 9ൻ്റെത് 9 × 9 81. 10ൻ്റെത് 10 × 10. ഇത് എഴുതിയെടുക്കണം കേട്ടോ. 10 × 10 100. അപ്പോൾ ഇത്രയും സംഖ്യകൾ നിങ്ങൾ എന്തായിരിക്കണം? 10 വരെയുള്ള ഇതിൻ്റെ എല്ലാ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് നിങ്ങൾ എന്തായിരിക്കണം? നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതവിടെ കണ്ടില്ല, ഞാൻ എഴുതി തന്നിട്ടുള്ള ഈ നമ്പേഴ്സിൻ്റെ 1 × 1 1, 2 × 2 4, 3ൻ്റെത് 9, 4ൻ്റെ 60, 5ൻ്റെ 25, 6ൻ്റെ 36, 7ൻ്റെ 40, 9, 8ൻ്റെ 64, 9ൻ്റെ 81, 10ൻ്റെ 100. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ചാപ്റ്റർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എങ്ങനെ ഈ 1 മുതൽ 10 വരെയുള്ള സ്ക്വയേഴ്സ് പഠിച്ചിട്ട് നമുക്ക് ബാക്കി ഏത് ചോദിച്ചാലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറയും എങ്ങനെ പറ്റുമെന്ന്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് 10 വരെയുള്ള 10 10 100 അത് വരാറ്. പക്ഷെ 11 12 ഇങ്ങനെയുള്ള എല്ലാവർക്കും അറിയണമെന്നില്ല. ഇപ്പോൾ അറിഞ്ഞാൽ തന്നെ 20 വരെയാണ് മിനിമം നിങ്ങൾക്ക് അറിയുണ്ടാവുള്ളൂ. പെട്ടെന്ന് ഒരാൾ 75ൻ്റെ സ്ക്വയർ എത്രയെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 75ൻ്റെ സ്ക്വയർ എത്രയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? 75 × 75 നിങ്ങൾ കാണണം. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ പോയിട്ട് 75 × 75 ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ടാവും. നിങ്ങളിങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ടാവും. 36 37 നിങ്ങളൊന്നിങ്ങനെ
ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ നമ്മൾ ഗുണിച്ചിട്ട് ഇങ്ങനെ വലിയ വലിയ സംഖ്യകൾ, ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഗുണിക്കാൻ പറ്റും. പക്ഷേ വലിയ വലിയ സംഖ്യകളാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗുണിച്ചിട്ട് ഇപ്പം നമുക്കിത് ചെയ്ത് നോക്കാം. 5 5 25, 2 7 5 35 36 37, 7 5 35, 7 49, 50 51, 52, 5 7 12, 3 5 6. അപ്പോൾ 75ൻ്റെ സ്ക്വയർ നിങ്ങളോട് കാണാൻ പറയണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ഗുണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 75 × 75 ചെയ്താൽ 5625. അപ്പോൾ ഇത് ഇങ്ങനെ ഗുണിച്ച് കാണാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഈസി അല്ലല്ല, കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഞങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ തോന്നിയിട്ടുണ്ടാവും കുറച്ച് ഇത് ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് 10ൻ്റെ സ്ക്വയറൊക്കെ, 10ൻ്റെ സ്ക്വയർ, 20ൻ്റെ സ്ക്വയർ, അങ്ങനത്തെ സ്ക്വയർ മാത്രം പഠിച്ചിട്ട് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ക്വയേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ എഴുതി വയ്ക്കണം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ നമുക്കത് എഴുതിയെടുക്കാം. 10ൻ്റെ സ്ക്വയർ സിമ്പിളല്ലേ, എന്താണ് 10 × 10. ഇങ്ങനെ 0 വരുമ്പോൾ നമുക്ക് സുഖമാണ്. കാരണം എന്താണ്, സംഖ്യകൾ അതിൻ്റെ ഒപ്പമുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര 0 ഉണ്ടോ അത്ര ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ 20ൻ്റെ അതുപോലെ തന്നെ 20ൻ്റെ സ്ക്വയർ എന്തായിരിക്കും, 20 × 20. എന്ത് ചെയ്യണം, 2 2 4 സംഖ്യകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ എത്ര 0 ഉണ്ട്, 1 2 2 0 അല്ലേ. നിങ്ങളിതും എഴുതിയെടുക്കണേ, എന്നാലേ നമുക്ക് ഈ ചാപ്റ്റർ എളുപ്പമാവുള്ളൂ. അതേപോലെ തന്നെ 30 സ്ക്വയർ, അങ്ങനെ 100 വരെ ഉള്ളത് അത്ര അറിഞ്ഞാൽ മതി. 30 അപ്പോൾ 3 3 9, പിന്നെ 0 ഇട്ട് കൊടുക്കുക. ഇത് തന്നെ സുഖമുള്ള പരിപാടിയാണിത്. 40ൻ്റെ സ്ക്വയർ ആണെങ്കിൽ എന്ത് ചെയ്യും, 40 × 40, 4 4 10 4 4 എത്രയാണ്, 16, 1600. ഇനി അടുത്തത് 50 സ്ക്വയർ, എത്രയാണ്, 50 × 50, എത്രയാണ്, 2500. നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ എഴുതിയെടുത്ത് പോകണം കേട്ടോ, 2500. ഇപ്പം നമ്മൾ എത്ര എണ്ണം, 10ൻ്റെ സ്ക്വയർ 10 10 100, 20ൻ്റെത് സംഖ്യകൾ ഗുണിക്കുക, പിന്നെ ആ സംഖ്യകൾ മാത്രം ഗുണിച്ചിട്ട് ആ 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 30 സ്ക്വയർ 30 × 30 900, 40ൻ്റെ 50ൻ്റെത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 60ൻ്റെത്. ഇനി 60ൻ്റെ എന്തായിരിക്കും, അപ്പോൾ 60 × 60, 6 6 36, പിന്നെ 0 ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തത് 70ൻ്റെ സ്ക്വയർ, എന്താണ്, 70 × 70, 70 എത്ര ആയിരിക്കും, 7 7 49, 2 0 2 0 അല്ലേ ഉള്ളത്. ഇനി 80ൻ്റെ, അങ്ങനെ 100 വരെ ഉള്ളത് ഞാനിവിടെ എഴുതുന്നുണ്ട്. അത് അതേപോലെ നോട്ടിക്ക് എടുത്ത് എഴുതാം. 80 × 80 എത്രയാണ്, 8 8 64, 64. അപ്പോൾ 2 0 ഇട്ട് കൊടുത്താൽ 6400. പിന്നെ എത്രയാണ്, 90ൻ്റെത്, 90ൻ്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യാം, 90 × 90, 9 9 81, 2 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 10ൻ്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യണം, 10ൻ്റെ അല്ല 100ൻ്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യണം, 100 × 100. അപ്പോൾ എത്ര 0 ഇടണം, നമ്മൾ സംഖ്യകൾ 1 × 1 ചെയ്ത് 1 2 3 4 0 ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, 100ൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്ക്വയേഴ്സ് കാണിച്ചു തരാം.
ഈ തന്നിരിക്കുന്ന സ്ക്വയേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങളൊരു നോട്ടിൻ്റെ ഒരു സൈഡിലേക്ക് എഴുതിയെടുക്കണം. 10 സ്ക്വയർ, 20 സ്ക്വയർ, 30 സ്ക്വയർ, അങ്ങനെ 100 സ്ക്വയർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കാണാതെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ 10 വരെയുള്ള സ്ക്വയർ പഠിച്ചാൽ തന്നെ ഇതൊക്കെ എന്തായിരിക്കും, ഇത് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതും കൂടി അറിഞ്ഞാൽ മതി. ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ സുഖമായിട്ട് പഠിക്കാം. ഇനി നമുക്ക് ചാപ്റ്റർ തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് പതിയെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് ചെയ്യുക, ഗുണനപ്പട്ടിക നന്നായി അറിഞ്ഞാലേ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, തെറ്റാതിരിക്കുകയുള്ളൂ. അപ്പം നമുക്ക് പതിയെ അതിലേക്ക് പോകാം. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് ഈ സ്ക്വയേഴ്സൊക്കെ. അപ്പോൾ ഇത് ഒരുപാട് പേര് മറന്നു പോയിട്ടുണ്ടാവും വെക്കേഷനൊക്കെ ആയപ്പോൾ. അപ്പം മറന്നു പോയവർക്കാണ് ഇത്. ഇപ്പം നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുത്താലോ. നമുക്കിപ്പോൾ ഈസി ആയിട്ട് ഒരു സംഭവം മാത്രം നന്നായിട്ട് അറിയാം. ഈസി ആയിട്ട് നമുക്കിപ്പോൾ എന്ത് കിട്ടും, 10ൻ്റെ സ്ക്വയർ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റൂലേ. 10ൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം, 100 എന്ന് എഴുതാം. ഇനി ഈ 10ൻ്റെ സ്ക്വയർ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 11ൻ്റെ സ്ക്വയറും 12ൻ്റെ സ്ക്വയറും ഇങ്ങനെയൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 10 വരെയുള്ള സ്ക്വയർ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് 11നെ എങ്ങനെ ആക്കി എഴുതാം, 10 + 1 ആക്കി എഴുതിക്കൂടെ 11നെ. 10നോട് 1 കൂട്ടിയാലല്ലേ 11. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ വരയ്ക്കുക. നിങ്ങൾ ഈ ടേബിൾ വരച്ചത് പണ്ട് ഓർക്കുന്നുണ്ടോയെന്ന് ഓർത്ത് വെക്കുക. ഇനി മറന്നു പോയാലും സാരമില്ല, നമുക്കിപ്പോൾ പഠിക്കാം. അപ്പോൾ ഇവിടെ 10നോട് എത്ര കൂട്ടിയാലും 1 കൂട്ടിയാലല്ലേ 11. അതേപോലെ തന്നെ ഇവിടെയും 10 എഴുതുക, ഇവിടെ 1 എഴുതുക. ഇപ്പോൾ 12 ആണെങ്കിൽ 10 കഴിഞ്ഞാൽ 1ൻ്റെ അവിടെ എന്ത് എഴുതണം, 2 എഴുതണം. എന്നിട്ട് എന്താ പറയുക, ഈ മുകളിലുള്ള 10, ഈ 10 ഈ 10 കൂടി ഗുണിച്ചാലല്ലേ ഈ കള്ളി അങ്ങനെയല്ലേ വരുന്നത്. ഈ കള്ളിയിൽ എന്ത് ചെയ്യുക, 10ഉം 10ഉം മുകളിലും 10ഉം സൈഡിലും 10ഉം അല്ലേ, അങ്ങനെ ഗുണിക്കുക. ഇതും എന്ന് പറഞ്ഞാൽ 10 10 100. ഇതാണെങ്കിൽ എന്ത്, 10ഉം 1ഉം, ഒരു 10 10 അല്ലേ. 10 മുകളിലും ഇവിടെ കണ്ടില്ലേ 1 അല്ലേ, അപ്പോൾ അത് ഗുണിക്കുക. ഇവിടെയാണെങ്കിൽ എങ്ങനെ ചെയ്യും, 1ഉം 10ഉം, ഒരു 10 10. താഴെയാണെങ്കിലോ 1 1 1. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം, ഇതിനെ എന്ത് ചെയ്യാം, കൂട്ടാം. അപ്പം നിങ്ങൾ ഇതിനെ കൂട്ടാൻ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതെങ്ങനെയാണ് കൂട്ടുക എന്നറിയോ, നമ്മൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ. ഇനി നമുക്കിത് കൂട്ടാം. എങ്ങനെ കൂട്ടാമെന്നറിയോ, ഒരു 2 കള്ളിയാക്കട്ടെ, അതിനെ കൂട്ടിയിട്ട് എഴുതണ്ടേ, അതിന് വേണ്ടിയിട്ട്. 10ഉം 100ഉം 10ഉം എത്ര നമുക്ക് കിട്ടും, 110. ഇവിടെ 10ഉം 1ഉം കൂട്ടുക, 11. എന്നിട്ട് ഇത് രണ്ടും കൂട്ടി നോക്കി, 121 കിട്ടിയില്ലേ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞത്, 11ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, 11ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത്. ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് 12ൻ്റെ അങ്ങനെ ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ 11ൻ്റെ നിങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, പേടിക്കുക തന്നെ വേണ്ട. അപ്പോൾ നമുക്ക് 12ൻ്റെ ചെയ്ത് നോക്കാം. 12നെ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും, 10 + 2. 10 + 2 ആക്കി എഴുതിക്കൂടെ. ഇത് നമ്മളെ പണ്ടത്തെ കള്ളി തന്നെ വീണ്ടും വരയ്ക്കുക, പഴയ കള്ളി തന്നെ വരയ്ക്കുക. 10 ഇവിടെ എഴുതുക, പിന്നെ എത്രയാണ്, 2 12. 10 2 12. എന്നിട്ട് ഈ ഫസ്റ്റ് കള്ളിയിൽ എന്താണ് ചെയ്യേണ്ടത്, മുകളിലത്തെ 10ഉം സൈഡത്തെ 10ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 100. പിന്നെ മുകളിലത്തെ 2ഉം ഈ 10ഉം അത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ്, 20. ഇവിടുത്തെ 10ഉം ഇവിടുത്തെ 2ഉം എത്രയാണ്, 20. പിന്നെ ഈ 2ഉം ഈ 2ഉം 2 2 4. ഇനി നമുക്ക് കൂട്ടി നോക്കിയാലോ. കൂട്ടി നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കള്ളിയും കൂടി എന്ത് ചെയ്യണം, മാറ്റി എഴുതണം. അപ്പോൾ ഈ 100ഉം 20ഉം എത്രയാണ്, 120. ഈ 20ഉം 4ഉം എത്രയാണ്, 24. ഇപ്പോൾ 24ഉം 120 എത്രയാണ്, 4 2 2 4 144. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞത്, 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത്. അപ്പോൾ 12ൻ്റെ സ്ക്വയർ കിട്ടിയില്ലേ. 12ൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ഇനിയിപ്പോൾ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 13ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാവും. നമുക്ക് 13ൻ്റെ സ്ക്വയർ ചെയ്ത് നോക്കിയാലോ. ഇതിപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ.
13 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 13 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 10 പ്ലസ് എങ്ങനെ എഴുതാൻ പറ്റും? 10 പ്ലസ് 3 എന്ന് എഴുതാൻ പറ്റും. നമ്മളെ പഴയ കള്ളിപ്പെട്ടി വരയ്ക്കുക. ഇവിടെ നിന്നിട്ട് 10 എഴുതുക, ഇവിടെ 3 എഴുതുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി കിട്ടുന്നുണ്ടോയെന്ന് ഇതേപോലെ തന്നെ. എന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം? 10 ഇത് രണ്ടും കൂടി ഗുണിക്കുക. 10 10 100. പിന്നെ ഈ 3 10 കൂടി, ഇനി ഇത് രണ്ടും കൂടി ഗുണിക്കുക. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ എത്ര? 10 3 30. ഇനി ഇതുപോലെ തന്നെ 10 3 കൂടി ഗുണിച്ചാൽ 30. പിന്നെ ഇതും ഇതല്ല ഇവിടെ ഇവർക്ക് മുകളിൽ നോക്കിയാൽ അത് 3 കാണാം, ഇവർക്ക് മുകളിൽ നോക്കിയാൽ 3 കാണാം. അപ്പം 3 3 9. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടണ്ടേ. 100 30 എത്രയാണ്? 130. അതിനാണ് നമ്മൾ വേറെ പെട്ടിക്കോളം വരയ്ക്കുന്നത്. ഇവിടുത്തെ കൂട്ടി എഴുതാൻ 30 9 39. എന്നിട്ട് ഇതും കൂട്ടുക. എത്ര കൂട്ടിയാൽ എത്രയോ? 9 3 3 6 169. അപ്പോൾ നമ്മുടെ 13ൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടി. എന്താ കിട്ടിയത്? 169. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? 13ൻ്റെ വരെയുള്ള കിട്ടി. ഇതൊക്കെ ചെയ്തപ്പോൾ ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ശ്രദ്ധിച്ചാലും നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ 11ൻ്റെ ചെയ്തു. 11ൻ്റെ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് കൂട്ടാം. ഇനിയിപ്പം നമ്മൾ അങ്ങനെ കൂട്ടിയില്ല എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കില്ലേ അങ്ങനെ കൂട്ടിയില്ല വിചാരിക്കാം. നമ്മൾ എങ്ങനെയാണ് 11 എഴുതിയത്? 11 നമ്മൾ 10 പ്ലസ് 1 എന്ന് എഴുതി. എന്നിട്ട് പട്ടിക വരച്ചിട്ട് ഇവിടെ 10 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, ഇവിടെ 10 കൊടുത്തു, 1 കൊടുത്തു, ഇവിടെ 100 കിട്ടി നമുക്ക്. 10 10 100. ഇവിടെ ഒരു 10 10 ഒരു 10 10 ഒരു 1 1 ഇങ്ങനെ കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ നേരെയല്ല കൂട്ടിയത്, നമുക്കിങ്ങനെ വിലങ്ങനെ കൂട്ടിയാൽ. നേരത്തെ നമ്മൾ ഇങ്ങനെയും കൂട്ടിയത്. ഇനി നമുക്ക് എങ്ങനെ കൂട്ടാം? വെട്ടിയിട്ട് 100 പ്ലസ് 10 10 2 10 വന്നില്ലേ? 20 പ്ലസ് 1. അപ്പോഴും നോക്കി നിങ്ങൾക്ക് 121 കിട്ടിയില്ലേ? 11ൻ്റെ സ്ക്വയർ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യുക? 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 2 10 പ്ലസ് 2 10 10 100 20. ഇവിടെ നമുക്ക് 20 കിട്ടും, ഇവിടെ എന്ത് കിട്ടും? 4 കിട്ടി. അപ്പം നമുക്ക് എങ്ങനെ കൂട്ടാം? 100 പ്ലസ് പിന്നെ ഇത് വെട്ടുക 20 20 2 20 അല്ലേ? 40 പ്ലസ് 4 ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് കിട്ടുമ്പോൾ നമുക്ക് 144 കിട്ടിയേ. എന്താണിത്? 12ൻ്റെ സ്ക്വയർ. ഈ സംഖ്യകൾ നമുക്ക് കിട്ടിയില്ലേ? അപ്പം നമുക്ക് ഏത് രീതിയിൽ കൂട്ടിയാലും വേണ്ടിയില്ല. നമ്മൾ കൂട്ടുന്ന എന്ത് ചെയ്താൽ മതി? കറക്റ്റായാൽ മതി. അപ്പോൾ ഇതൊക്കെ കൂട്ടിയപ്പോൾ നമ്മൾ എന്തിനാ അറിയോ? നമുക്ക് പൊതുവായിട്ട് ഇനി ഏത് സംഖ്യ തന്നാലും നമുക്ക് കാണാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് കൂട്ടിയിട്ടുള്ളത്? ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. നമ്മുടെ 10ൻ്റേത് നമ്മൾ ശ്രദ്ധിച്ചില്ലേ? നമുക്ക് 11ൻ്റെ എത്ര കിട്ടിയത്? 121 കിട്ടി. 12ൻ്റെ എത്ര കിട്ടി? 144 കിട്ടി. നമുക്ക് ഇങ്ങനെ കൂട്ടി ശ്രദ്ധിക്കണേ, എവിടെ എഴുതി കണ്ടില്ലേ? അത് കൂട്ടിയപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് എടുത്ത് എഴുതിയാലോ. ഇപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. വേറെ കളർ എടുക്കട്ടെ. ഈ സംഭവം നമുക്ക് നോക്കി നോക്കാം. ഇതെങ്ങനെ കിട്ടിയിട്ടുള്ളത്? നമുക്ക് 11 × 11 നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. എങ്ങനെ കണ്ടിട്ടുള്ളത്? 100 പ്ലസ് അല്ലേ? 100 പ്ലസ് പിന്നെ എന്താ കണ്ടിട്ടുള്ളത്? 10 പ്ലസ് 10. അങ്ങനെയല്ലേ നമുക്കിവിടെ 20 കിട്ടിയത്? 10 പ്ലസ് 10 പ്ലസ് 1. ഇങ്ങനെ കൂട്ടിയപ്പോഴല്ലേ നമുക്ക് കിട്ടിയത്? എന്ത് കിട്ടിയത്? 121 കിട്ടിയത്. നമുക്ക് 12ൻ്റെ അതേപോലെ നോക്കി നോക്കി. 12ൻ്റെ നമ്മൾ നോക്കി നോക്കി. 12 നമുക്ക് എങ്ങനെ കിട്ടിയത്? 100 പ്ലസ് 20 പ്ലസ് 20. അതാണ് അങ്ങനെയാണ് നമുക്ക് ഇവിടെ 40 കിട്ടിയത്. ഇവിടെ 40 കിട്ടി. എങ്ങനെയാണ്? 20 കൂട്ടിയിട്ടല്ലേ? പ്ലസ് 4 ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്.
അല്ലേ അത് 12ൻ്റെ സ്ക്വയർ. എന്തിൻ്റെ സ്ക്വയർ കാണാൻ? 12ൻ്റെ സ്ക്വയർ. 12ൻ്റെ സ്ക്വയർ അങ്ങനെ കിട്ടുക. അപ്പോൾ ഇനി പട്ടിക നോക്കാതെ നമുക്ക് 13ൻ്റെ സ്ക്വയർ ഇതുപോലെ പറഞ്ഞു നോക്കിയാലോ. 13ൻ്റെ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതേപോലെ തന്നെ എങ്ങനെയായിരിക്കും വരിക? 100 പ്ലസ് ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 20, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 30 പ്ലസ് 30 ഇൻറ്റു അവിടെ വന്നിട്ടുള്ളത് എന്താണ്? 9. ഇപ്പം ഈ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് 11ൻ്റെ ഒന്നും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തന്നെ അടുത്ത് എഴുതി തരാം. 11 സ്ക്വയർ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയത്? കള്ളി നോക്കിയപ്പോൾ 100 പ്ലസ് ഇത് ഇവിടെ മായ്ക്കുന്നുണ്ട് കേട്ടോ. 100 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 1. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നോക്കി, ഈ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ നമ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതെന്താണ്? 1 സ്ക്വയർ. ഇത് 2 സ്ക്വയർ. ഇത് 12 അല്ല കേട്ടോ, ഇത് 12 അല്ല. ഇതെന്താണ്? 1 സ്ക്വയർ. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ. 13 വന്നപ്പോൾ ഇവിടെ ലാസ്റ്റ് ആഡ് ചെയ്തത് ഏതാണ്? 3 സ്ക്വയർ. 12 വന്നപ്പോൾ ആഡ് ചെയ്തത് ഏതാണ്? 2 സ്ക്വയർ. 11 വന്നപ്പോൾ 1 സ്ക്വയർ. ഇങ്ങനെയുള്ള ഇതൊരു ക്രമം ഫോളോ ചെയ്യണില്ലേ? അപ്പോൾ ഇനി നമുക്ക് പട്ടിക ഇല്ലാതെ തന്നെ നമുക്ക് പറഞ്ഞു നോക്കാം. ഇപ്പോൾ ഇത്രയും 3 എണ്ണം നമ്മൾ പട്ടിക വരച്ചതാണ് നമ്മൾ നേരത്തെ ചെയ്യുമ്പോൾ തന്നെ. നമുക്ക് 14ൻ്റെ സ്ക്വയർ ഒന്ന് എഴുതി വെക്കാം. നിങ്ങൾ പറയും. 100 എന്തായാലും ഉണ്ട് അല്ലേ? എല്ലാം 100 ഉണ്ട്. 100 പ്ലസ് 30 ഇൻറ്റു 30. അപ്പോൾ ഇവിടെ 13 ആയപ്പോൾ 30 ഇൻറ്റു 30, 12 ആയപ്പോൾ 20 ഇൻറ്റു 20, 14 ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? 40 ഇൻറ്റു 40 പ്ലസ് ഇവിടെ 3 സ്ക്വയർ വന്നു. അപ്പോൾ ഇവിടെ 4 സ്ക്വയർ അല്ലേ വരിക? 4 സ്ക്വയർ. 4 സ്ക്വയർ എത്ര ആയിരിക്കും? 16. എത്ര ആയിരിക്കും? 16. അപ്പോൾ നമുക്ക് 14ൻ്റെ സ്ക്വയർ നമുക്കില്ലേ കള്ളില്ലാതെ കണ്ടുപിടിക്കാം. 14 സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 പ്ലസ് 40 എത്രയാണ്? 80 പ്ലസ് 4ൻ്റെ സ്ക്വയർ എത്ര? 16. അപ്പോൾ ഇവിടെ കൂട്ടി നോക്കാം. അറിയാത്തവർ ഇവിടെ കൂട്ടി നോക്കാം. 100 പ്ലസ് 80 പ്ലസ് 16. 6 8 1 എത്രയാണ്? 9. 196. അപ്പോൾ 14ൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടിയില്ല. എത്ര കിട്ടിയത്? 196. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? 14ൻ്റെയും കിട്ടി. ഇനി ഇതേപോലെ ഏത് സംഖ്യ ഏതായാലും നമുക്ക് കിട്ടും. 11ൻ്റെ, 12ൻ്റെ, 13ൻ്റെ, ഇനി എത്ര സംഖ്യകളതും കിട്ടും. അതായത് 20 വരെ ഉള്ളത് നമുക്ക് എല്ലാം ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഞാൻ 14, ഇനിയിപ്പോൾ 14 കഴിഞ്ഞിട്ട് 15 എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 18 എടുത്ത് നോക്കാം. ഇപ്പോൾ 18 സ്ക്വയർ നമ്മൾ കാണണം. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 100 വേണം. പിന്നെ എന്ത് ചെയ്യണം? 40 ആണെങ്കിൽ 40 പ്ലസ് 40. അപ്പോൾ 80 ആകുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഇടണം കേട്ടോ. 80 പ്ലസ് 80. പിന്നെ നമ്മൾ 14 ആണെങ്കിൽ 4 സ്ക്വയർ. അപ്പോൾ ഇപ്പോൾ 18 ആകുമ്പോൾ 8 സ്ക്വയർ. 100 പ്ലസ് 80 എത്ര? 160 പ്ലസ് 8 64. നമുക്കിത് അറിയാത്തവരെന്ത് ചെയ്യുക? സൈഡിൽ എന്ത് ചെയ്യുക? കൂട്ടുക. 100 പ്ലസ് 160 പ്ലസ് എന്ത് ചെയ്യുക? 64. അപ്പം 4 6 എത്രയാണ്? 12 1 2 3. ഇപ്പോൾ നമുക്ക് കിട്ടിയില്ല. നമ്മുടെ 18ൻ്റെ സ്ക്വയർ കിട്ടിയില്ല. എത്രയാണ്? 324. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു കിട്ടിയില്ല. ഇനി നമുക്കിതിന്നൊരു പൊതുവായിട്ടുള്ള ഒരു രൂപം ഉണ്ടാക്കിയെടുത്താലോ? 80 പ്ലസ് 80.
നമ്മളെപ്പോഴും 80+80 40+40 അങ്ങനെ എഴുതുന്നതിന് പകരമല്ലേ 80+80 എന്ന് പറഞ്ഞാലും 80 × 2 എന്ന് പറഞ്ഞാലും തുല്യം തന്നെയല്ലേ. 80 2 വട്ടം കൂട്ടുക എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. 80+80 ഇങ്ങനെ പറഞ്ഞാലും 80 × 2 എന്ന് പറഞ്ഞാൽ ഇത് 2 പ്രാവശ്യം ഇത് 80 കൂട്ടി ഇത് ഗുണിച്ച് ഇങ്ങനെ എഴുതിയാലും തുല്യം തന്നെയല്ലേ. 8 2 160 തന്നെ കിട്ടും, 160 തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒക്കെ ഇല്ലേ 2 × 80 എന്നാക്കിയാൽ പോരെ, ആക്കി കൂടെ. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, 2 × 40 എന്നാക്കി കൂടെ. ഇവിടെ 2 × 30 എന്നാക്കി കൂടെ. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, 2 × 20 എന്നാക്കി കൂടെ. അതേപോലെ ആക്കിയിട്ട് നമുക്കൊന്ന് എഴുതി വെക്കാം. അപ്പോൾ 16ൻ്റെ സ്ക്വയർ 16ൻ്റെ സ്ക്വയർ 100 പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം 60 60 എന്ന് പറഞ്ഞ പകരം നമുക്ക് എന്ത് ചെയ്താൽ 60 × 2 പ്ലസ് 6 സ്ക്വയർ അല്ലേ. നമുക്ക് കൂട്ടിയൊക്കെ കിട്ടുന്നുണ്ടോന്ന്. 100 പ്ലസ് 6 2 എത്രയാണ് 12, അതായത് 120. ഇത് ഈ 60 × 2 120 അല്ലേ. 60 × 2 എങ്ങനെയാണ് 6 2 സംഖ്യകൾ ഗുണിക്കുക 12 പിന്നെ 0 ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 120 പ്ലസ് 6 6 ഇത് എത്രയാണ് 36. ഇത് കൂട്ടി നോക്കി 6 3 4 5 5 256. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞത് 16ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. എന്ത് ചെയ്താൽ 16ൻ്റെ സ്ക്വയർ കിട്ടി. ഇത് നമുക്ക് ഇതേ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരുവാണേ. അപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഗ്രൂപ്പിലിടണം. ഏതിൻ്റെയൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെന്നറിയും. അപ്പോൾ ഇത്രയും ചെയ്യണമൊക്കെ നിങ്ങൾ അപ്പോൾ എഴുതിയെടുത്തിട്ട് വേണം കേട്ടോ പോവാൻ. അപ്പോൾ 16ൻ്റെ ഇതേപോലെ ചെയ്യണം, 17ൻ്റെ 18ൻ്റെ 19 വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹോംവർക്കായിട്ട് ചെയ്തിട്ട് കാണിക്കണം. ഇപ്പോൾ മനസ്സിലായില്ലേ. 16ൻ്റെ വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 16ൻ്റെ ആണെങ്കിൽ എങ്ങനെ ചെയ്യണം, പെട്ടി വരയ്ക്കാൻ പാടില്ല കേട്ടോ. 100 പ്ലസ് നമ്മൾ നേരത്തെ ചെയ്തു 60 × നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്തതാണ് പ്ലസ് 6 സ്ക്വയർ. ഇനി ആർക്കുള്ള മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അതിന് വേണ്ടിയിട്ടാട്ടോ. 100 പ്ലസ് 120 പ്ലസ് 6 6 36. നമുക്ക് എന്ത് കിട്ടി 256 കിട്ടിയില്ലേ. 100 പ്ലസ് 120 പ്ലസ് 36 6 3 4 5 256 എന്ത് 16ൻ്റെ സ്ക്വയർ. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 17ൻ്റെ 18ൻ്റെ 19ൻ്റെ എഴുതി ചെയ്തിട്ട് എനിക്ക് കാണിച്ച് തരണം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഇതിൻ്റെ ബാക്കി 20ൻ്റെ കാണാൻ പഠിക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പൊതുവായിട്ടുള്ളതിലേക്ക് എത്തിക്കാം. ഓക്കെ, നാളേക്ക് ഈ ഹോംവർക്ക് ചെയ്തിട്ട് കാണിച്ചു തരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഓക്കെ, ബൈ.